കമ്പ്യൂട്ടർ, ഇൻവേർട്ടർ, പിന്നെ 3 ദിവസം മുമ്പ് വന്നിരുന്ന ലോട്ടറി എല്ലാം കൂടി 10-13 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. 2018 എൻ്റെ ബാക്കിയായി. ഒരു 10 ദിവസം കൊണ്ട് പോലും ഇതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഇപ്പോൾ ഒരാ വെള്ളത്തിൽ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. 2018 തൊട്ട് തന്നെ എല്ലാ വർഷത്തിൽ 3 പ്രാവശ്യം വെള്ളം കയറും. 2 ദിവസത്തെ ടിക്കറ്റ് 7500 ടിക്കറ്റ് വെച്ച് 2 ദിവസത്തെ, പിന്നെ ബമ്പർ, പിന്നെ നമ്മുടെ സാധനങ്ങൾ, കമ്പ്യൂട്ടറും അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം പോയി. നമ്മൾ വന്നപ്പോഴത്തേക്കും വെള്ളം മേളിലായി കഴിഞ്ഞു, ഒന്നും ഇറങ്ങാൻ പോലും പറ്റിയില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനുകളാണ്. പിന്നെ ഗോൾഡിന് ട്രെയിനകത്ത് വെള്ളം കയറി അതെല്ലാം നാശമായി. ഇതാണ് കാണുന്നത്, ഇതാവും തുറന്ന് കാണുന്നത്. ഷെൽഫ് ഉൾപ്പെടെ എല്ലാം പോയി, തുറക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞങ്ങൾ മിനിങ്ങാന്ന് അടച്ചിട്ട് പോയി, ഇന്ന് വന്ന് തുറന്നു. ഇതാണ് അവസ്ഥ, ഒന്നും മാറ്റാൻ പറ്റിയില്ല. ശക്തമായ മഴയെ തുടർന്ന് റാന്നി നഗരം പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയായിരുന്നു. ഇപ്പോഴും റാന്നി ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും ടൗണിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല കടകളിലും വെള്ളം കയറി കിടക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ പരിസരമാകെ ശുചീകരണ പ്രവർത്തനം നടത്തുകയാണ്. അത് ഒരു കടയിൽ, ഒരു വ്യാപാര സ്ഥാപനമുണ്ട്, ലോട്ടറി കടയാണ്. ലോട്ടറി കടയിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പുറത്തേക്ക് എടുത്ത് അവിടെ കടയ്ക്കുള്ളിലെ വെള്ളം കളയുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തുകയാണ്. വലിയ നഷ്ടം തന്നെയാണ് ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കൊക്കെ വന്നത്. ഓരോ കടകൾക്കും ഏതാണ്ട് 10 ലക്ഷത്തിന് മുകളിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചുവെന്നാണ് പറയുന്നത്. നമുക്ക് ഈ വ്യാപാര സ്ഥാപനത്തിലെ ഉടമകളോട് ക്ലീൻ ചെയ്യുന്ന ആളുകളോട് തന്നെ ചോദിക്കാം. കമ്പ്യൂട്ടർ, ഇൻവേർട്ടർ, പിന്നെ 3 ദിവസം മുമ്പ് വന്നിരുന്ന ലോട്ടറി എല്ലാം കൂടി 10-13 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. 2018 എൻ്റെ ബാക്കിയായത്. ഇതുകൊണ്ടല്ലേ നമ്മളിപ്പോഴും ഇതിൻ്റെ അകത്തേക്കും. ഇനിയിപ്പം ഒരു 10 ദിവസം കൊണ്ട് പോലും ഇതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഇപ്പോൾ ഒരാ വെള്ളത്തിൽ തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. 2018 തൊട്ട് തന്നെയാണ് എല്ലാ വർഷത്തിൽ 3 പ്രാവശ്യം വെള്ളം കയറും. ഒരു വർഷത്തിൽ 3 പ്രാവശ്യം വെള്ളപ്പൊക്കമാണ്. ഈ പ്രാവശ്യമാണ് ഇത്രയും കയറിയത്. പെട്ടെന്ന് തന്നെ നമുക്കൊന്നും മാറ്റാൻ പറ്റിയില്ല. വെളുപ്പിനെ 3:30 ആയപ്പോൾ തൊട്ട് വെള്ളം കയറി. പെട്ടെന്ന് വന്നപ്പോൾ നമുക്ക് ഇത്രയും വെള്ളത്തിൽ തന്നെ ഇത് തുറന്നപ്പോഴത്തേക്ക് കൗണ്ടറിലെല്ലാം ഒഴിച്ചു പോയി, ടിക്കറ്റും എല്ലാം. രാവിലെ വന്നിട്ട് ശുചീകരണ പ്രവർത്തനം നടത്തും. ചേച്ചിയുടെയാണ് സ്ഥാപനം എൻ്റെയാണ്. 2 ദിവസത്തെ ടിക്കറ്റ് 7500 ടിക്കറ്റ് വെച്ച് 2 ദിവസത്തെ, പിന്നെ ബമ്പർ, പിന്നെ നമ്മുടെ സാധനങ്ങൾ, കമ്പ്യൂട്ടറും അങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം പോയി. നമ്മൾ വന്നപ്പോഴത്തേക്കും വെള്ളം മേളിലായി കഴിഞ്ഞു, ഒന്നും ഇറങ്ങാൻ പോലും പറ്റിയില്ല. കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. 2018 ഇതേ അവസ്ഥയായിരുന്നു. അല്ലേ തന്നെ നല്ലൊരു മഴയ്ക്ക് ഇവിടെ വെള്ളം കയറും. കാരണം അവിടെ തോട്ടിൽ നിന്ന് വെള്ളം തള്ളും. നല്ലൊരു മഴ പെയ്താൽ ഇതിനകത്ത് വെള്ളം കയറും. ഇലക്ട്രോണിക്സ് എല്ലാം പോയി. പിന്നെ ഇൻവെർട്ടർ, പിന്നെ ഷോറൂമിൻ്റെ ട്രേ എല്ലാം പോയി. വെള്ളി എല്ലാം, കമ്പ്യൂട്ടർ എല്ലാം പോയി. എല്ലാത്തിനും വെള്ളം കയറി. ഈ കൗണ്ടിങ് മെഷീൻ, ഈ മെഷീനൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനുകളാണ്. പിന്നെ ഗോൾഡിന് ട്രെയിനകത്ത് വെള്ളം കയറി അതെല്ലാം നാശമായി. പിന്നെ കോംപ്ലിമെൻറ്റ്സ് ഐറ്റം എല്ലാം പോയി. എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. ഓർണമെൻറ്റ്സ് നനഞ്ഞു. ഈ പോലീസ് അത് ചെയ്യണം. പിന്നെ മുടക്കേണ്ടി വരും. അത് ലക്ഷക്കണക്കിന് രൂപ. നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ എമൗണ്ട് ഒന്നല്ല. അപ്പോൾ എല്ലാം ഭയങ്കര നഷ്ടം. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? ക്ലീൻ 2 പേരേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ആളിത് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇത് മറ്റേ ഗോൾഡില്ലേ, വേറെ ആളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നു? അതുകൊണ്ട് വേറെ ആളെ കെട്ടിയില്ല, ഞങ്ങൾ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇന്നലെ വരാൻ പറ്റില്ല. വന്നപ്പോഴത്തേന് മാമുക്ക് ഫുള്ള് വെള്ളമായി. പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാവരും ഏകദേശം സാധനമൊക്കെ മാറ്റി. നമുക്കൊന്നും മാറ്റാൻ പറ്റിയില്ല. അതുപോലെ തന്നെ വന്ന് രാവിലെ ആണ് തുറക്കുന്നത്, ഒന്നും മാറ്റാൻ പറ്റിയില്ല. ഇതാണ് കാണുന്നത്, ഇതാവും തുറന്ന് കാണുന്നത്. ഷെൽഫ് ഉൾപ്പെടെ എല്ലാം പോയി, തുറക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞങ്ങൾ മിനിങ്ങാന്ന് അടച്ചിട്ട് പോയി, ഇന്ന് വന്ന് തുറന്നു. ഇതാണ് അവസ്ഥ, ഒന്നും മാറ്റാൻ പറ്റിയില്ല. വലിയ വിഷമത്തിൽ കാണാം. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും സഹായം കിട്ടാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റാന്നി ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ ഉടമകളൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. അവർ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 2018 ഉണ്ടായ പ്രളയത്തിൽ നിന്നും ഒരുവിധം കരകയറി വരുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും പ്രളയമുണ്ടായത്. ഇവർ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ കടകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി എത്തിയുള്ള ആളുകളൊക്കെ തന്നെ വലിയ വിഷമിച്ച് നിൽക്കുകയാണ്. നമ്മളോട് സംസാരിക്കാൻ പോലും കഴിയാത്ത മാനസിക അവസ്ഥയിലായിട്ടുണ്ട് പലരും. ഇനിയും വരാനുള്ളത് ഓണമാണ്. ഓണം വിപണി ലക്ഷ്യം കണ്ടാണ് ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ കൂടുതൽ സ്റ്റോക്കുകളൊക്കെ അല്ലെങ്കിൽ കൂടുതൽ കച്ചവടമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ തകിടം മറിയുകയായിരുന്നു. ഇനിയും ഇവരെ കൈപിടിച്ചുയർത്തേണ്ടത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം ഉയരുന്നത്. എങ്ങനെ അതിജീവിക്കുമെന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ നശിച്ചിരിക്കുന്നു. പലരുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ നശിച്ചിരിക്കുന്നു.
ഇതിൽ നിന്നും ഒരു കര കയറുന്നത് എങ്ങനെയാണ് എന്നൊരു ആശങ്കയിലാണ് ഈ റാന്നിയിലെ ജനങ്ങളൊക്കെ തന്നെയുള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.